അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, തമിഴ്നാട്ടിലെ CPM-ന്റെ ഘടകവും ഒപ്പം കോൺഗ്രസിന്റെ പ്രതിനിധികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതിയിൽ പറയുന്നത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ വയലേഷൻ ആണെന്നാണ്. പക്ഷേ ശങ്കുട്ടിദാസ് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രചരണങ്ങളുടെ കോലാഹലങ്ങളും കഴിഞ്ഞ് പ്രധാനമന്ത്രിയായ ഒരു സ്ഥാനാർത്ഥി കൂടിയായ ഈ നരേന്ദ്രമോദിക്ക് ധ്യാനത്തിനിരിക്കാൻ പാടില്ലേ? നിങ്ങൾ എന്തിനാണ് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് കൃത്യമായി പൊതുപ്രചരണം അവസാനിക്കും. അതിനുശേഷം സൈലന്റ് പ്രചരണമാകാം. ഇവിടെ ഒരു ധാന്യം ഇരിക്കുമ്പോൾ അത് സൈലന്റ് പ്രചരണമല്ലേ എന്നതാണ് കോൺഗ്രസിന്റെ BJP-യുടെ പ്രതിനിധി ചോദിക്കുന്നത്. പക്ഷേ ഇത്രയും ക്യാമറകളും ഇത്രയും ക്യാമറാമാന്മാരും വച്ച് അത് ലൈവ് ചെയ്ത് ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും പ്രത്യേകിച്ച് BJP-യുടെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം ഒരു ഏകാന്തതയാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി മാറ്റി നിരന്തരമായി ഭരണഘടനയെയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളെയും അവഹേളിക്കുന്നതാണ് നാം കണ്ടത്. തന്റെ ഭരണ നേട്ടങ്ങളും മോഡി ഗ്യാരണ്ടിയും പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആദ്യഘട്ടത്തിൽ മാത്രമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തയ്യാറായത്. അതിനുശേഷം ജനങ്ങൾ തങ്ങൾക്കെതിരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ കൃത്യമായിട്ട് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഭരണഘടനാ വിരുദ്ധമായി തെരഞ്ഞെടുപ്പ് നോംസിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി. ഈ പ്രചരണം നടത്തുന്ന ഒരു ഘട്ടത്തിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായില്ല. നിരവധി പരാതി കൊടുത്തു. കൃത്യമായി ഈ രാജ്യത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പവർ കാണിച്ച നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെയും അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ വിലക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായ 7 ഘട്ട തെരഞ്ഞെടുപ്പാണ് നാം കണ്ടത്. ഏറ്റവും ആദ്യം ഏപ്രിൽ 21 ബെൻസ്വരയിൽ പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഏപ്രിൽ 22 അലിഗഡിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകളുടെ താലിമാല പോലും പൊട്ടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഏപ്രിൽ 30 ബാഗൽകോട്ട് കർണാടകയിൽ പറഞ്ഞു OBC സംവരണ പട്ടികയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ഭരണഘടന അട്ടിമറിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം എന്ന് പറഞ്ഞു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് മെയ് 1 ബെനസ്ക്വാണ്ടയിൽ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ വേണ്ടി ഭരണഘടന അട്ടിമറിക്കില്ലെന്ന് കോൺഗ്രസിന് കൃത്യമായി പറയാൻ കഴിയുമോ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ കോൺഗ്രസ് പിടിച്ചെടുത്ത് വോട്ട് ജിഹാദ് നടത്തുന്നവർക്ക് വിതരണം ചെയ്യുമെന്ന് മെയ് 4 സായ്ബാദയിൽ ജാർഖണ്ഡിൽ വെച്ച് പറഞ്ഞു. അതിനുശേഷം മെയ് 7 പറഞ്ഞു കോൺഗ്രസ് വന്നാൽ ക്രിക്കറ്റ് ടീമിൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് മുൻഗണന കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിനുശേഷം മെയ് 14 വാരണാസിയിൽ വെച്ച് പറഞ്ഞു ഞാൻ ഒരിക്കലും മതം തിരിച്ചു പറയില്ല, ഇതെന്റെ പ്രതിജ്ഞയാണ്. ഹിന്ദു മുസ്ലിം ഭിന്നത സൃഷ്ടിച്ചത് എനിക്ക് ഞെട്ടൽ ഉണ്ടാക്കി എന്നെല്ലാം പറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അതിനുശേഷവും ഈ രാജ്യത്തിന്റെ ബഡ്ജറ്റിന്റെ 15% വരെ മുസ്ലിങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് ആഗ്രഹിച്ചിരിക്കുകയാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് UPA സർക്കാർ നിലപാടെടുത്തു എന്ന നുണപ്രചരണം നടത്തി. അതിനുശേഷം കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ കർണാടക മാതൃകയിൽ OBC സംവരണം കവർന്ന് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം പറഞ്ഞു ഞാൻ ജൈവികമായിട്ടാണ് ഈ രാജ്യത്ത് ജനിച്ചതെന്നാണ് വിചാരിച്ചത്, എന്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം ദൈവം എന്നെ ഇങ്ങ് വിട്ടതാണ് എന്ന് അവസാനത്തെ പ്രസ്താവനയിൽ വന്ന് നിൽക്കുകയാണ്. അതായത് മോഡി വീണ്ടും ജയിച്ചാൽ ദൈവമാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത്. എല്ലാ ഭരണ നടപടികളും ദൈവത്തിന്റെ നടപടികളാണ്. കോടതിക്ക് പോലും ഈ ദൈവത്തിന്റെ നടപടികൾ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കൃത്യമായി വർഗീയ അജണ്ടയിൽ തുടങ്ങി വർഗീയ ധ്രുവീകരണത്തിലേക്ക് വന്ന് താൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് എന്ന് ചിത്രീകരിക്കുന്ന തരത്തിൽ വന്നു നിൽക്കുന്നതിന്റെ തുടർച്ചയാണ് ഈ ധ്യാനം. ആ ധ്യാനം ലൈവ് ചെയ്ത് മുഴുവൻ ആളുകളെയും കാണിക്കുകയാണ്. 57 മണ്ഡലങ്ങളിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഇന്നലെ മുതൽ പ്രധാനപ്പെട്ട പ്രചരണായുധം ഈ ധ്യാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. പക്ഷേ നരേന്ദ്രമോദി ഒരിക്കലും ഒരു മാധ്യമത്തെയും വിളിച്ചു വരുത്തി നിങ്ങൾ വരൂ ഇതാ തത്സമയം സംപ്രേഷണം ചെയ്യൂ എന്ന് പറയുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചില ദൃശ്യങ്ങളും വീഡിയോയും ഒക്കെ അയച്ചു കൊടുത്തു എന്നതിനും അപ്പുറത്തേക്ക് ഇതൊരു പ്രചരണായുധമായി സ്ഥാനാർത്ഥി എന്ന നിലയിൽ വാരണാസിയിൽ അദ്ദേഹം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് BJP-യുടെ വാദം. കഴിഞ്ഞ 10 വർഷമായി ഒരു ഘട്ടത്തിൽ പോലും പത്രക്കാരെ വിളിച്ച് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ടില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം 74 സമ്മേളനങ്ങൾ, അതായത് 74 ഇന്റർവ്യൂകൾ കൊടുത്ത് ഓരോ ദിവസവും കൃത്യമായി ചാർട്ട് ചെയ്ത് എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടേണ്ടത്, ധ്രുവീകരണം ഉണ്ടാക്കേണ്ടത്, മുസ്ലിം ജനവിഭാഗത്തിനെതിരെ പ്രതികരിക്കേണ്ടത്, അത്തരത്തിൽ അദ്ദേഹം ഓരോ മെസ്സേജും കൊടുക്കുന്നുണ്ട്. അത് വാർത്തയായി പുറത്തു വരുന്നു. ആ വാർത്തയിലാണല്ലോ താൻ ദൈവത്തിന്റെ പ്രതിരൂപമാണ് എന്ന രൂപത്തിലേക്കുള്ള പ്രസ്താവനകൾ വരുന്നത്.
മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓരോ ഗൂഢാലോചനയുടെ ഭാഗമായി വന്ന പ്രസ്താവനകളെല്ലാം ഈ 74ഓളം വരുന്ന ഇന്റർവ്യൂകളിൽ ചോദ്യം ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ എന്റെ കയ്യിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ 1984 126 സെക്ഷൻ ഉണ്ട്. ആ 126 സെക്ഷനിൽ പക്ഷേ പറയുന്നത് പ്രകാരം ഇത്തരത്തിൽ ധ്യാനം അനുഷ്ഠിക്കുകയോ അത്തരത്തിലുള്ള ഏതെങ്കിലും ദൃശ്യങ്ങൾ പ്രചരിക്കുകയോ ചെയ്യുന്നതിന് ഒരു സ്ഥാനാർത്ഥിയോ നേതാവോ ഉത്തരവാദിയാവില്ല. കാരണം ഇതിൽ പറയുന്നത് നോക്കൂ, ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് വെച്ചുള്ള ഇത്തരം പ്രകടനങ്ങളാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ പ്രകാരം നിയന്ത്രിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, നോ പേഴ്സൺ ഷാൾ ഡിസ്പ്ലേ ടു ദ പബ്ലിക് എനി ഇലക്ഷൻ മാറ്റർ ബൈ മീൻസ് ഓഫ് സിനിമോട്ടോഗ്രാഫ്, ടെലിവിഷൻ. ഇതിൽ ഇലക്ഷൻ മാറ്റർ അല്ല, ഇത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ധ്യാനമാണ്. അപ്പോൾ ഇലക്ഷൻ മാറ്ററിന്റെ വിഭാഗത്തിൽ സ്വകാര്യ ധ്യാനം ഉൾപ്പെടുന്നത് എങ്ങനെയാണ് അരുൺ? 1952 ഇലക്ഷൻ നിയമമാണല്ലോ താങ്കൾ ഇവിടെ ഉദ്ധരിച്ചത്. അത്തരത്തിൽ രംഗത്ത് അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് അത്തരത്തിലുള്ള പ്രചരണം പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കുന്നത് പോലെ 48 മണിക്കൂർ മുമ്പ് പൊതുപ്രചരണം അവസാനിക്കും. പക്ഷേ ഇത് ധ്യാനത്തിന്റെ പേരിൽ ഇപ്പൊ ഏകപക്ഷികമായി പോയി ധ്യാനം ഇരുന്നു, അദ്ദേഹം മാത്രമേ ഇരിക്കുന്നുള്ളൂ, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഉള്ളവർ ഇരിക്കുന്നു, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ക്യാമറയും മറ്റു സംവിധാനങ്ങളും വച്ച് കൃത്യമായി അഡ്വർടൈസ് ചെയ്യുകയാണ്. അത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിൽ നടത്തുന്ന അദ്ദേഹത്തിന് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടത്താൻ പാടില്ലേ? 1-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് തെരഞ്ഞെടുപ്പ് കഴിയും, 2-ാം തീയതി ഇരുന്നു കൂടെ. ഇന്തോനേഷ്യയിൽ പോകുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോരെ? പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിൽ അതിനു മുമ്പ് പോയതെന്നൊരു ചോദ്യം വരുന്നത് പോലെ ഒരു ബാലിശമായ ചോദ്യമല്ലേ? അത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. എപ്പോഴാണ് തിരഞ്ഞെടുപ്പിൽ പോകേണ്ടത്, എപ്പോഴാണ് പ്രചരണത്തിൽ അവസാനിപ്പിക്കേണ്ടത്, എപ്പോഴാണ് ധ്യാനം കൂടേണ്ടത്, എപ്പോഴാണ് ഇന്തോനേഷ്യയിൽ പോകേണ്ടത് അവർ തീരുമാനിച്ച പോരെ? മിസ്റ്റർ അരുൺ ഒറ്റ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം, ഇതാണോ ജനാധിപത്യം? ഇതാണോ രാഷ്ട്രീയത്തിൽ ഒരു ജനപ്രതിനിധി, ഒരു പ്രധാനമന്ത്രി പറയുന്ന സാഹചര്യം? അത്രയങ്ങ് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ദൈവമാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന രൂപത്തിലേക്ക് വരെ പറഞ്ഞെത്തിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് കഴിയുന്നു, ഒരു പ്രധാനമന്ത്രിക്ക് കഴിയുന്നു, 10 വർഷമായി രാജ്യം ഭരിക്കുന്ന ജനപ്രതിനിധിക്ക് കഴിയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് വേണം ഇതെല്ലാം കാണാൻ. ഇത് തന്നെ ഇന്ദിരാഗാന്ധിയെ ദുർഗേന്ദ്ര വിശേഷിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും അന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്കോ പിന്നീട് വന്നവർക്കോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. ഇത് സ്വാഭാവികമായി ഓരോരുത്തർക്ക് തോന്നുന്ന വികാരങ്ങളല്ലേ, നമുക്കെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? Debate with Arun Kumar.